ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളെല്ലാവർക്കും മൊബൈൽ യൂസ് ചെയ്യുന്ന നമ്മളെല്ലാവർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ടെൻഷനാണ് നമ്മുടെ മൊബൈൽ അറിയാതെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന്, അല്ലേ? പക്ഷെ നമുക്ക് ഇത് അറിയാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അഥവാ അങ്ങനെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തടയാനും ഇടയ്ക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാനും കൂടി പറ്റും ഇത് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എങ്ങനെയാണെന്നല്ലേ? അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ സെറ്റിംഗ്സ് എന്ന ബട്ടൺ കാണുന്നില്ലേ? ഹോം സ്ക്രീനിലെ സെറ്റിംഗ്സ് എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോണുകൾ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷനാണ്. കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാം. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. പല കാര്യങ്ങളും ഗൂഗിളിന്റെ എല്ലാവിധ സെറ്റിംഗ്സും ഈ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനിലാണ്. ഗൂഗിൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കാണാം. അഥവാ ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പേഴ്സണൽ സേഫ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണും. പേഴ്സണൽ സേഫ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ആ പേഴ്സണൽ സേഫ്റ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാണ് നമ്മുടെ എല്ലാവിധ പേഴ്സണൽ സേഫ്റ്റി, അതായത് നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഈ പേഴ്സണൽ സേഫ്റ്റി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് സഹായിക്കുന്നത്. പേഴ്സണൽ സേഫ്റ്റി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഇന്റർഫേസിലേക്ക് മാറുകയാണ്. ഇവിടെ കണ്ടില്ലേ പേഴ്സണൽ സേഫ്റ്റി. ഫസ്റ്റ് കാണിക്കുന്നത് സൈലൻസ് നോട്ടിഫിക്കേഷൻസ് വൈൽ ഡ്രൈവിംഗ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമതായിട്ട് കാണിക്കുന്നത് അൺനോൺ ട്രാക്കർ അലേർട്സ് ആണ്. ഇതാണ് നമുക്ക് വേണ്ടത്, അൺനോൺ ട്രാക്കർ അലേർട്സ്. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാനിത് ഓൺ ചെയ്ത് വെച്ചതാണ്. നിങ്ങളുടെ അത് നോക്കി നോക്കുക. ഓഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അതായത് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരും. ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ആരെങ്കിലും നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് അലേർട്സ് വരും. ഇവിടെ ഓഫിലാണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്തേക്കും. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രൂപരേഖ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അലേർട്സ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം. ഏതെങ്കിലും സെപ്പറേറ്റ് ഡിവൈസോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് അലേർട്ട് തരിക എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അവിടെ താഴെ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ അഥവാ ഇത് ഓഫ് ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലുള്ള കാര്യങ്ങളും അലേർട്സുകളും നമുക്ക് വരില്ല എന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ഇത് ഓൺ ചെയ്ത് വെക്കുക. ഇനി ഓഫ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 2 ദിവസം കൂടുന്ന സമയത്ത് മാനുവലായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. മാനുവലായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്കാനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. താഴെ കാണിക്കുന്നുണ്ട് ചെക്കിംഗ് ഫോർ ട്രാക്കേഴ്സ്. ആരെങ്കിലും നമ്മുടെ ഫോണ് ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മാനുവലായിട്ട് ചെക്ക് ചെയ്ത് കാണിക്കും. അഥവാ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് കാണിക്കും ഇന്ന ഡിവൈസ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നു. ഇവിടെ കാണിക്കുന്നതാണ് നോ ട്രാക്കേഴ്സ് ഡിറ്റക്റ്റഡ് എന്ന്. അപ്പം ഫോൺ ആരും ട്രാക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ഇതൊന്ന് ഓൺ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. എൻ്റെ ഒരു സജഷൻ ഇതാണ്, എപ്പോഴും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ലാസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നുണ്ട് അലേർട്സ് ഓൺ ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂവ്മെന്റ്സ് മൊത്തം, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോൺ മൊത്തമായിട്ട് ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അഥവാ ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ സ്കാൻ എന്ന് പറഞ്ഞിരിക്കുന്ന അലേർട്ട് കൊടുത്താൽ മതി. അത് മാനുവലായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. ഇത് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ പാരൻസ് ഒക്കെ ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ ഒക്കെ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാറുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെ ഞാൻ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇവിടെ നോ ട്രാക്കേഴ്സ് ഡിറ്റക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മൊബൈൽ എടുത്തിട്ട് ഇത് ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന സെറ്റിംഗ്സ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കൂ. ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി അറിവുകൾ ഞാൻ ദിവസവും നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും ഫുൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.